അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് തുടങ്ങുക? ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ കുഞ്ഞി ഗാർഡൻ. വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്ത് വെറുതെ നിൽക്കുന്ന സമയത്താണ് വീട്ടിൽ ഇതുപോലെ കുറച്ച് പൈപ്പ് കിടക്കുന്നത്. പിന്നെ അതെടുത്ത് കട്ട് ചെയ്ത് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് കട്ട് ചെയ്ത് ഇതുപോലെ കെട്ടി വെച്ച് മണ്ണൊക്കെ വാരി പൈപ്പ് ഇതുപോലെ സെറ്റ് ചെയ്ത് ഇതിലേക്ക് മണ്ണൊക്കെ നിറച്ച് മണ്ണ് മൊത്തം ഫില്ല് ചെയ്ത് കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ ഈ കാണുന്ന സാധനമാണ് കേട്ടോ ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഐറ്റം. നല്ല രസമാണ് ഇത് കാണാൻ. അപ്പം ഞാൻ ഇതേ ഒരു ചെറിയ കമ്പെടുത്ത് അവിടെ ഒരു ചെറിയ കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് നേരെ ഈ ചെടി ഇതേ ആ കുഴിയിലൊക്കെ ഇങ്ങനെ ഇറക്കി വെച്ച് ആവശ്യത്തിന് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. അധികം ആഴമൊന്നും വേണമെന്നില്ല. എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ നമ്മൾ ഇതുപോലെ ഒരു പിന്നെടുത്തിട്ട് ഇതേ ഇതിൻ്റെ അടിവശം ഇങ്ങനെ കുത്തി ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ചെടിക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ഇതിലോട്ട് പോകാനുള്ള പരിപാടിയാണിത്. ഞാൻ ഈ നട്ട ചെടിക്ക് എപ്പോഴും നല്ല തണുവ് വേണം. അതുകൊണ്ടാണ് ഈ പൂഴി ഇങ്ങനെ ഇടുന്നത്. ഇങ്ങനെ പൂഴി ഞാൻ കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഓൾറെഡി ചെയ്തു വെച്ച സാധനമാണ് ഇത്. ഒരു 3-4 ഞാൻ ആദ്യമേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് സക്സസ് ആണ്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇതിന്റെ ബാക്കി അപ്ഡേറ്റുകൾ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. ആ നിറച്ച പൂഴി ഞാൻ ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് സെറ്റാക്കി വെള്ളമൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വീട്ടിലുള്ള ബാക്കിയുള്ള കുറച്ച് ചെടികൾ കാണിച്ചു തരാം. ഇത് ഒരു ബോഗൻവില്ല ഞാൻ തന്നെ നട്ട് വളർത്തിയതാണ് കേട്ടോ. അതിന്റെ ചെറിയൊരു കമ്പ് കിട്ടിയപ്പോൾ വെറുതെ ഒന്ന് നട്ടു നോക്കിയതാണ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ കേട്ടോ. പിന്നെ ഇതൊക്കെ അമ്മ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന് നട്ടതാണ്. പിന്നെ ഇത് ലക്കി ബാമ്പു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ സ്നേഹത്തോടു കൂടി എനിക്ക് തന്നതാണ് കേട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് മുളച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കിതെൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഇത് മുളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചെറിയ രീതിയിൽ. ആദ്യമായിട്ടാണ് വോയിസ് ഓവറൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.